ഉമ്മറാജി, എന്റെ മോനെ ഇറക്കിവിട്. എല്ലാരും ഇവിടെ നിന്നോളൂ, ഇത് ഞാൻ തീർത്തോളാം. ആ, ആരാത്? ഹജ്ജ് കഴിഞ്ഞ് ഇന്നലെ വന്നു എന്നറിഞ്ഞു. ഞാൻ നിങ്ങൾ പുണ്ണര കേൾക്കാൻ വന്നതല്ല, എന്റെ മോനെ കണ്ട് ഇറക്കി വിടൂ. നിങ്ങളെ മോനോ? എന്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങളെ മക്കളെ ചോദിച്ചാൽ ഞാൻ എവിടുന്ന് എടുത്തു തരിക? വേണമെങ്കിൽ എന്റെ മക്കളെ ഇറക്കിത്തരാം. നാട്ടില് നീതി ന്യായം നടപ്പാക്കുന്ന ഉമ്മറാജ് എന്ന് മുതലാ കളവ് പറയാൻ തുടങ്ങിയത്? എന്റെ മോൻ ഈ പെരന്റെ അകത്ത് ചേർന്ന് എന്റെ മൂത്തോക്കി പറ. എന്തേ നിങ്ങളെ മുണ്ടാനെ മുട്ടിപ്പോയോ? മോനെ നിങ്ങളുടെ ഇറക്കി വിടുന്ന അതോ ഞാൻ കയറി പിടിച്ചിറക്കണോ? കയറി പിടിച്ചിറക്കട ആ നാറിയില്ല മോനെ. നിക്കടാ അവിടെ. എന്റെ വീട്ടിൽ അഭയം തേടി വന്ന ഒരാളെ ഞാൻ വിട്ടു തരൂല. നിങ്ങൾക്ക് വേണ്ട സമ്പത്തല്ലേ? ആ പാവത്തിനെ ചവിട്ടിക്കൊന്നാൽ അത് തിരിച്ചു കിട്ടുക. ഒരുപാട് അന്യായങ്ങൾക്ക് വിധി പറഞ്ഞ മുറ്റാത്. ഈ കേസിന്റെ വിധി ഞാൻ പറയാൻ പോവുകയാണ്. ഒരു മിനിറ്റ് കാത്തു നിൽക്കി. എന്നാ പിടിക്ക്. എൻ്റെ സമ്പത്തിൻ്റെ മുഴുവൻ രേഖകളുണ്ട് ഇതിൽ. ബാങ്കുമായിട്ട് എനിക്ക് ഇടപാടില്ലാത്തത് കൊണ്ട് ചെക്ക് തരാനില്ല. ഓരോ വർഷവും കൃത്യമായി സക്കാത്തും സദക്കയും കൊടുത്ത് ശുദ്ധീകരിച്ച മുതലാണിത്. എന്നാണ് രജിസ്ട്രേഷൻ വേണ്ടതെന്ന് മുതലാളി പറഞ്ഞാൽ മതി, ഞാൻ വരാം. പകരം ഹബീബിനെ ഞാൻ ഏറ്റെടുത്തു. എനിക്ക് നഷ്ടപ്പെട്ട മകന് പകരമായി ഞാൻ സ്നേഹം കൊടുത്ത് വളർത്തിക്കോളാം അവനെ. ഹബീബിനെ പോലത്തെ ഒരു മകൻ്റെ ബാപ്പയാകാനുള്ള യോഗ്യത എന്തായാലും നിങ്ങൾക്കില്ല. കാരണം ഇസ്ലാമിൻ്റെ കുപ്പായമണിഞ്ഞ് ഹറാമ് തിന്നുകയും ഹറാമ് ധരിക്കുകയും ഹറാമിൽ അന്തി ഉറങ്ങുകയും ചെയ്യുന്ന ആളാണ് നിങ്ങൾ. പലിശ വാങ്ങുന്നവനും കൊടുക്കുന്നവനും അതിന് സാക്ഷി നിൽക്കുന്നവനും അതിൻ്റെ കണക്കുകൾ രേഖപ്പെടുത്തുന്നവനും ശപിക്കപ്പെട്ടവരാണെന്നും പലിശ വാങ്ങുന്നവൻ പിശാച് ബാധയേറ്റവനെ പോലെയാണെന്നും പറഞ്ഞു പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ റസൂലാണ്.